ഹലോ എവരിബഡി, ഞാൻ രേഖ. രാജം പ്ലാൻസിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അഗ്ലോണിമകളുടെ ഒരു സെയിൽ വീഡിയോയാണ്. ഈ വീഡിയോയിൽ ഡബിൾ ഷൂട്ടുള്ള അഗ്ലോണിമകളാണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത്. ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. വീഡിയോ എൻഡ് വരെ കൂടെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ. വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ജിപേ ആണ് പേയ്മെൻറ്റ് മോഡ് വരിക. DTDC ത്രൂവും സ്പീഡ് പോസ്റ്റ് ത്രൂ ആണ് പ്ലാൻസ് എല്ലാം അയയ്ക്കുക. ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് അവൈലബിൾ ആണ്. ആദ്യത്തെ സെറ്റ് ഈ കാണുന്ന ജയ്പോങ് റെഡാണ്. പക്ഷേ സുക്സൻ റെഡിൻ്റെ കൂട്ടൊക്കെ വലിയതായ പ്ലാന്റാണ്. നമ്മൾ കുറച്ചൊരു ശ്രദ്ധയും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വലുതാകും. അടുത്തത് ടൈഗർ റെഡിൻ്റെ പ്ലാന്റാണ്. ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത, അതിന് 2 ഷൂട്ട് വരുന്നുണ്ട്. അത് ബ്രാഞ്ച് പോലുള്ള ഷൂട്ടുകളാണ്. അതുകൊണ്ട് ഈ പ്ലാന്റ് ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആണ്. അതിന് നല്ല മറ്റേ ജയ്പോങ് റെഡ് പോലെ അത്രയും കളറൊന്നുമില്ല, ഗ്രീൻ കളർ അങ്ങും ഇങ്ങുമൊക്കെ വരുന്ന ഒരു പ്ലാന്റാണ്. ഷൂട്ടെന്ന് പറയാൻ പറ്റത്തില്ല, ബ്രാഞ്ച് ശാഖ വരുന്നത് പോലെയാണ്. രണ്ടെണ്ണം ഇലയൊക്കെ വിടർന്നതാണ്. പിന്നെ ചെറുത് മൂന്നാമത്തേതും വരുന്നുണ്ട്. അടുത്തത് ഈ കാണുന്ന പ്ലാന്റാണ്. ഇത് ഞാൻ കുറേ നാൾ മുമ്പ് സീഡ്ലിംഗ് വാങ്ങിയതാണ്. അപ്പം കിറ്റി വൈറ്റ് എന്നും ഫവാനിയോൺ, കൊച്ചിൻ ബീച്ച് എന്നൊക്കെ പറഞ്ഞ് കുറേ സീഡ്ലിങ്സ് വാങ്ങിച്ചു. എല്ലാം ഒരുപോലെ ഇരുന്നു. ഇപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഐഡിയ എന്തുവെന്ന് അറിഞ്ഞുകൂടാ. ഇത് കൊച്ചിൻ ബീച്ചാണെന്നോ എന്താണെന്ന്. ഇതും ഡബിൾ ഷൂട്ട് പ്ലാന്റാണ് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അങ്ങനെ കുറേ വാങ്ങി. ആ സീഡ്ലിംഗ് എല്ലാം കാണുമ്പോൾ ഒരുപോലെ ഇരുന്നു. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സായി. അതിലേതാണെന്ന് അറിഞ്ഞുകൂടാ. അടുത്തത് ഈ കാണുന്ന കുങ്കുമാണെന്ന ഐഡിയയിൽ വന്നതാണ്. പക്ഷേ എനിക്കത് ശരിക്കും നല്ല കുങ്കുമം തന്നെയാണോ എന്ന് അറിഞ്ഞുകൂടാ. ഇതിന് 3 ഷൂട്ടുണ്ട്. ഈ കണ്ട ഇതും സീഡ്ലിങ്സ് വലിയതായവയാണ്. 3 ഷൂട്ട്. പിങ്ക് കളറൊക്കെ ഉണ്ട്. അതിനി വേറെ ഏതെങ്കിലും പ്ലാന്റ് ആണോ എന്ന് അറിയത്തില്ല. ഇതും അങ്ങനെ സീഡ്ലിംഗ് വാങ്ങി വലുതായതാണ്. 3 ഷൂട്ട് അടങ്ങിയതാണ് ആ പ്ലാന്റ്. അടുത്തത് ഈ കാണുന്ന റെഡ് വൈൻ്റെ പ്ലാന്റാണ്. റെഡ് വൈൻ ആണെങ്കിൽ എല്ലാവരും ഡിമാൻഡൊക്കെ ഉള്ള, എല്ലാവരും ചോദിക്കുന്നൊരു പ്ലാന്റാണ്. ഇത് തൊണ്ട് മുറിച്ചതിലാണ് ഞാൻ നട്ടിരിക്കുന്നത്. ഈ തായ്ലൻഡ് വെറൈറ്റി പ്ലാന്റൊക്കെ നമ്മൾ അല്ലാതെ നട്ട് കഴിയുമ്പം പലപ്പോഴും അങ്ങനെ എനിക്ക് തന്നെ അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് ശേഷമാണ് ഈ തൊണ്ട് നല്ല ട്രീറ്റ് ചെയ്ത തൊണ്ടിൽ നട്ട് തുടങ്ങിയതിൽ പിന്നാണ് എനിക്ക് പെട്ടെന്ന് ഷൂട്ടൊക്കെ പൊട്ടിത്തുടങ്ങിയത്. അടുത്തത് ഈ സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റാണ്. എല്ലാത്തിനും ഇങ്ങനെ കളറെല്ലാം ഗ്രീൻ മാറി വൈറ്റ് ആയവയല്ല, ചിലതിന് ഇച്ചിരി ഗ്രീൻ കളർ കൂടുതലുണ്ട്. ഇതും ഇപ്പോൾ ഡബിൾ ഷൂട്ട് സെയിലിനായിട്ട് അവൈലബിൾ ആണ്. അടുത്തത് ഈ കാണുന്ന ജയ്പോങ് നാരോയുടെ ഡബിൾ ഷൂട്ടാണ്. നല്ല നാരോ ആയിട്ട് ഇലകൾ വന്നിട്ട് നല്ല റെഡ് കളർ വരുന്ന ഒരു പ്ലാന്റാണ്. ജയ്പോങ് റെഡ് വാങ്ങുന്നവർ ഇതും അതിനൊപ്പം വാങ്ങി വീട്ടിലൊക്കെ വെക്കുന്നതാണ്. പോട്ടിംഗ് മിക്സും അതിൻ്റെ നമ്മൾ വെള്ളം കൊടുക്കുന്നതും ഒക്കെ ഇച്ചിരി ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് പോകുന്ന ഒരു പ്ലാന്റാണ്. ഇതിന് മുമ്പ് കണ്ടത് ഡയമണ്ട് റെഡിൻ്റെ പ്ലാന്റാണ്. അതും ഡബിൾ ഷൂട്ട് തന്നെയാണ്. ഈ കാണുന്നത് ബ്യൂട്ടി റെഡിൻ്റെ ഡബിൾ ഷൂട്ടാണ്. ഇതൊന്നും തന്നെ ഇന്ന് കാണിച്ചവയിൽ ഒന്നും തന്നെ ചെറിയ പ്ലാന്റുകളില്ല, എല്ലാം വലിയ പ്ലാന്റുകളാണ്. ബ്യൂട്ടി റെഡും നല്ല കളറൊക്കെ വന്ന് റെഡ് ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങി വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് തന്നെയാണ്. അടുത്തത് സെൻസ്റ്റാറിൻ്റെ ഡബിൾ ഷൂട്ടാണ്. സെൻസ്റ്റാറിൻ്റെയും ഡബിൾ ഷൂട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. എബവ് മീഡിയം സൈസ് വരുന്ന പ്ലാന്റുകളാണ് എല്ലാം തന്നെ. ഈ കാണിക്കുന്ന വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ്സ് എല്ലാം തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരിക. കളറൊക്കെ നന്നായിട്ട് വന്നതാണ്. ചിലർ ഇതിന് ഇച്ചിരി കളർ കുറയുമ്പോൾ ചിലരിത് ബോക്സറാണോ എന്ന് ചോദിക്കാറുണ്ട്. ഇതെനിക്ക് സെൻസ്റ്റാർ എന്ന് പറഞ്ഞ് നല്ല അതിന് വില വരുമല്ലോ, അങ്ങനെ തന്നെ വാങ്ങുന്ന പ്ലാന്റുകളൊക്കെ തന്നെയാണ്. ഇതിലേതെങ്കിലും പ്ലാൻസ് വേണമെങ്കിൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. അടുത്തത് ഈ ചൈന റെഡിൻ്റെ ഡബിൾ ഷൂട്ടാണ്. ചൈന റെഡും കുറച്ച് സൺലൈറ്റ് ഒക്കെ ഉള്ളിടത്ത് ഇൻഡയറക്റ്റായിട്ട് നമ്മുടെ സിറ്റ് ഔട്ടിലോ ബാൽക്കണിയിലോ ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അതിനും ജയ്പോങ് റെഡ് പോലെ തന്നെ കളർ വരുന്നതാണ്. ഡാർക്ക് പിങ്കാണ് പിന്നെ അതിന് വരുന്ന കളറ്. അടുത്തത് ഈ നേരത്തെ കാണിച്ച ജയ്പോങ് റെഡിൻ്റെ അതേ സെയിം തന്നെയാണ്.
പല കണ്ടീഷനിലിരിക്കുമ്പോഴാണ് പല സൈസിലാകുന്നത്. മറ്റേതിൻ്റെ കണ്ടീഷനൊക്കെ ശരിയായതുകൊണ്ട് വലിയ പ്ലാന്റായി, ഇത് അത്രയും വലുതായില്ല. അടുത്തത് എലീൻ്റെ ഈ പ്ലാന്റാണ്. അതിപ്പോൾ എങ്ങും അങ്ങനെ കാണാത്ത ഒരു പ്ലാന്റാണ്. ഒരു ലൈറ്റ് പിങ്ക് കളർ ഇലയിൽ വരുന്ന ഒരു മിൽക്കി വേ പോലെയൊക്കെ ഏകദേശം മിൽക്കി വൈറ്റ് പോലെ ഏകദേശം ഇരിക്കും, പക്ഷേ മിൽക്കി വൈറ്റ് അല്ല. പിങ്ക് എല്ലീൻ എന്നാണ് ഇതിൻ്റെ ID. ഇപ്പോൾ അങ്ങനെ മാർക്കറ്റിൽ കാണുന്നില്ല. അതും സെയിലിനായിട്ട് അവൈലബിൾ ആണ്. അതും ഡബിൾ ഷൂട്ടാണ്. മിൽക്കി വേയുടെ ഈ പ്ലാന്റ്, ഈ സൈസ് വരുന്ന ഡബിൾ ഷൂട്ടും സെയിലിനായിട്ട് അവൈലബിൾ ആണ്. ഗ്രീനിൽ കുറച്ച് ഡിമാൻഡ് വരുന്ന പ്ലാന്റുകളാണ് ഈ മിൽക്കി വേ, റിഫ്ലക്ടർ എല്ലാം. നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് എല്ലാം തന്നെ. അടുത്തത് ഈ കാണുന്ന ഓറഞ്ച് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റാണ്. അതും ഡബിൾ ഷൂട്ടാണ്, ഓറഞ്ച് ലിപ്സ്റ്റിക്ക്. അടുത്തത് പിങ്ക് അറോറ, പിങ്ക് ലിപ്സ്റ്റിക് എന്നും ചിലർ പറയാറുണ്ട്. അതിൻ്റെ ഡബിൾ ഷൂട്ടും അവൈലബിൾ ആണ്. പ്രൈസ് സ്ക്രീനിൽ എഴുതുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും പറയാത്തത്. എല്ലാത്തിനും അതിൻ്റെ കൂടെ കൊറിയർ ചാർജ് എക്സ്ട്രാ വരും. അടുത്തത് ഈ കാണുന്ന റിഫ്ലക്ടറാണ്. ഇതും നല്ല ഡിമാൻഡുള്ള ഒരു ഗ്രീൻ വെറൈറ്റിയാണ്. എല്ലാം തന്നെ ഇതും ഡബിൾ ഷൂട്ട് തന്നെയാണ്. ആ ഒരു വലിയ പോട്ടിൽ നിറഞ്ഞിരിക്കും. 2 ഷൂട്ടും കൂടെ ആ പോട്ടിൽ ഇരുന്നപ്പോൾ തന്നെ ആ പോട്ട് നിറഞ്ഞിട്ടുണ്ട്. അത്രയും ഭംഗിയായിട്ട് ഇരിക്കുന്ന പ്ലാന്റാണ് റിഫ്ലക്ടർ. ഗ്രീൻ വെറൈറ്റി കളക്ട് ചെയ്യുന്നവരും ചിലരൊക്കെ ഗ്രീൻ കളക്ട് ചെയ്യുന്ന വെച്ചാൽ ഗ്രീനിന് കുറച്ച് കെയറിങ്ങും ഒക്കെ കുറച്ച് മതി. അടുത്തത് ഈ കാണുന്ന പ്ലാന്റാണ്. ഇതിൻ്റെ ഡബിൾ ഷൂട്ട്. ഇതാണ് ആ തമ്പനയിൽ കൊടുത്തിരുന്നത്. 120 റുപ്പീസാണ് ഇതിൻ്റെ ഡബിൾ ഷൂട്ടിന് വരിക. ഈ ഗ്രീൻ വെറൈറ്റി അഗ്ലോണിമകളെല്ലാം വെള്ളത്തുള്ളി, മഴയുടെ വെള്ളത്തുള്ളിയൊക്കെ തെറിച്ച് വീഴുന്ന പോലെയാണ് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ അതിന് ചീയലോ അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. റെഡ് വെറൈറ്റിയൊക്കെ അങ്ങനെയല്ല. പിന്നെ തായ്ലൻഡിൽ നിന്ന് വരുന്ന വെറൈറ്റിയാന്ന് പറയുന്നവയ്ക്കൊക്കെ ഒന്നുകൂടെ ശ്രദ്ധകളൊക്കെ വേണ്ടതാണ്. അതിൻ്റെ പോട്ടിംഗ് മിക്സ് ഒന്നും ശരിയായില്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഈ കാണിച്ച ഏതെങ്കിലും പ്ലാൻസ് വേണമെങ്കിൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. സീ യു അഗെയിൻ.